ഇതാണ് സൈറസ് എസ്എംബി. സെർവർ സ്റ്റാർട്ടായത് ഞായറാഴ്ച 10 മണിക്കായിരുന്നു. കുറച്ച് കൂടുതൽ പ്ലേയേഴ്സ് ഉണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? വന്ന പ്ലേയേഴ്സിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ അവർക്ക് സ്റ്റാർട്ടപ്പിന് വേണ്ടി കുറച്ച് ഐറ്റംസ് കൊടുത്ത്. അങ്ങനെ ഇങ്ങനെ തന്നെ എല്ലാവർക്കും ഞാൻ സ്റ്റാർട്ടപ്പ് ഐറ്റംസ് കൊടുത്ത് അതിനുശേഷം ഇതിൻ്റെ അകത്ത് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് ഞാൻ കുറച്ച് 3 ഡയമണ്ട്സ് മാത്രമേ ഞാൻ കൊടുത്തോളൂ. അധികമൊന്നും ഞാൻ കൊടുത്തില്ല. വെറും 3 ഡയമണ്ട്സ്. അങ്ങനെ എല്ലാവർക്കും ഞാൻ സ്റ്റാർട്ടപ്പ് ഐറ്റംസും യൂട്യൂബേഴ്സിനായിട്ട് വെറും 3 ഡയമണ്ട്സ് കൊടുത്ത് നേരെ ഞാൻ എൻ്റെ ഗ്രൈൻഡിങ് സ്റ്റാർട്ട് ചെയ്ത്. എനിക്ക് വേണം ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് ഇടതറയൊക്കെ റിമർക്ക് ആവാം. പക്ഷെ അങ്ങനെ ആവുന്നൊരു രസമില്ലല്ലോ ഗൈസ്. നമുക്ക് സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്യണ്ടേ. ഞാൻ സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൂട്ടത്തിലാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്പോണിനകത്ത് വന്ന് അവിടുന്ന് കുറച്ച് മരം കളക്ട് ചെയ്തിട്ട് നേരെ ഒരു ഐലൻഡ് എപ്പി ഇറങ്ങി. എനിക്ക് എന്തായാലും അറിയാം ഈ സ്പോൺ പോയിന്റുള്ള അടുത്തുള്ള ഐലൻഡ് എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം സ്പോൺ പോയിന്റ് അടുത്താണ്, പ്ലേയേഴ്സൊക്കെ അവിടെ വരും. അതുകൊണ്ട് എനിക്ക് ഇത്തിരി ദൂരമുള്ള ഐലാൻഡ് എടുക്കേണ്ടി വരും. അതെനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കാണും. അപ്പോൾ മനസ്സിലായിക്കോളൂ. അപ്പോൾ ഇതിലായിട്ടും വീഡിയോക്ക് ലൈക്ക് അടിക്കുന്നുണ്ട്, ലൈക്ക് അടിച്ചാൽ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കൺ കൂടെ ഉണക്കി വെക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയുവാണ്, ആർക്കെങ്കിലും ഈ സർവർ കയറുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്കോഡ് ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യുക. പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂ പാസ്സാവുന്നവർക്ക് ഈ സർവർ കയറാൻ പറ്റും. സർവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും തോറ്റിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും തോറ്റിട്ടില്ല. അതിനുശേഷം ഞാൻ കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ എനിക്കൊരു നെതർ പോർട്ടൽ കിട്ടി. അവിടെ നിന്നുള്ള ചെസ്റ്റ് ഞാൻ ലൂട്ടി. ഈ വീഡിയോ ആർക്കെങ്കിലും ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വോയിസ് ഓവറാണ്. എനിക്ക് നന്നായിട്ട് വോയിസ് ഓവർ ചെയ്യാനൊന്നും അറിയൂല. എനിക്ക് അറിയാവുന്ന പോലെയാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അടുത്ത വീഡിയോ മുതൽ നമുക്ക് സെറ്റാക്കാം. അങ്ങനെ എനിക്ക് കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ എനിക്കൊരു വില്ലേജ് കിട്ടി. പിന്നെ എന്താ വില്ലേജിൽ നിന്ന് ലൂട്ടാനൊക്കെ തുടങ്ങി. നമ്മൾ വില്ലേജ് മോഷ്ടിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. ഈ വില്ലേജ് ലൂട്ടിക്കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്പോൺ പോയിൻ്റ് അടുത്താണ്. ഇവിടെ വല്ല ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ഒരുപാട് പേർക്ക് എൻ്റെ വീട് സുഖമായി കണ്ടുകൊണ്ട് പോകും. അതുകൊണ്ട് പറ്റൂല, എനിക്ക് ദൂരെ വല്ല ഉണ്ടാക്കണം. അതുകൊണ്ട് മഞ്ഞ് ഏതൊക്കെയോ ഭയമിലൂടെ ഞാൻ ഭയങ്കര കഷ്ടിച്ചൊക്കെ കടന്നു പോകുമായിരുന്നു ഗൈസ്. ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ആർച്ച് കമൻ്റ് ഇട്ടു, ചാറ്റിലിട്ടു മോബ്സ് ഒന്നും സ്പോൺ ആവുന്നില്ലെന്ന്. ഞാൻ നോക്കിയപ്പോൾ സ്പോൺ ആവുന്നില്ല. എന്ത് ചെയ്യാനാണ്, അട്ടർനോസിലെ ഭാഗം എന്ത്. പിന്നെ അവൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു സ്പോണാവുന്നുണ്ടെന്ന്, റെൻഡറാവത്തേന്ന് ഞാൻ അങ്ങോട്ട് കള്ളം പറഞ്ഞു. ഞാൻ എൻ്റെ വീണ്ടും അങ്ങോട്ട് യാത്ര തുടങ്ങി. എന്തിനാണെന്നറിയാലോ, ഒരു വില്ലേജ് ആപ്പണം. അതും ദൂരെയുള്ള വില്ലേജ്, അടുത്തൊന്നും ആവാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വില്ലേജ് ആപ്പുന്നത്. വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് അറിയാമല്ലോ, എൻ്റെ ലെറ്റ്സ് പ്ലേ വേൾഡ് ചെയ്ത പോലെ എല്ലാം അതേപോലെ ചെയ്യും. ഈ പോകുന്ന വഴിക്കാണ് ഞാൻ ആർച്ചിൻ്റെ ബേസ് കണ്ടു ഗീസ്. പിന്നെന്താ ആർച്ചിൻ്റെ അവിടേക്ക് കയറി ഉള്ള ഫാമൊക്കെ തകർക്കാൻ തുടങ്ങി. തകർക്കാൻ നോക്കിയതല്ല, അറിയാതെ ബട്ടൺ നീങ്ങിപ്പോയതാണ്. അങ്ങനെ തകർന്നു പോയതാണ്. ആർജി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതിനുശേഷം ഞാൻ സ്ഥലത്ത് നിന്ന് സ്കൂട്ടായി പിന്നെ സ്ഥലം തപ്പി ഇറങ്ങി. നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ സ്ഥലം പെട്ടെന്ന് കണ്ടുപിടിക്കണം. നമ്മളൊരിക്കലും വൈപ്പിക്കാൻ പാടില്ല. എന്തിനാവട്ടെ, നമ്മൾ താമസിക്കാൻ പാടില്ല. നേരെ ഞാൻ എൻ്റെ ബേസിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഞാൻ പോകുന്നതൊക്കെ എനിക്ക് മഞ്ഞുമല കിട്ടി ഗൈസ്. മഞ്ഞുമല ആയതുകൊണ്ട് ഇനി ഇവിടെ ഐസൊക്കെ കാണും. അങ്ങനെ ഞാൻ ഇവിടെ സ്റ്റണ്ട് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്റ്റണ്ട് കാണിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് ഐറ്റംസ് കിട്ടിയായിരുന്നു എയർപോർട്ടിൻ്റെ അവിടെ നിന്ന്. ഇത് കണ്ട ചാവുന്നതിന് മുമ്പുള്ള നല്ല സാധനങ്ങളാണെന്ന് എനിക്ക് തോന്നി. അതിനുശേഷം ഞാൻ സ്റ്റണ്ടെല്ലാം മാറ്റി വേറെ സ്ഥലത്തോട്ട് ഇറങ്ങി തിരിച്ചു. വേദന സ്റ്റണ്ട് അടിച്ച് ചാവുന്നത് അനക്കാട്ടില്ല മര്യാദക്ക് പോകുന്നതാണ്. അങ്ങനെ തന്നെ മര്യാദക്ക് പൊക്കോടുന്നപ്പോഴാണ് ഞാൻ ഷിപ്രാക്ക് കാണുന്നത്. പിന്നെന്താവാൻ അവിടെ നിന്ന് ലൂട്ടി കുറച്ച് ഐറ്റംസ് എടുത്തോണ്ട് നേരെ ഒരു വില്ലേജ് അപ്പം വീണ്ടും ഇറങ്ങി. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ എനിക്കൊരു വില്ലേജ് കിട്ടി. പിന്നെ എന്താവാൻ വില്ലേജൊന്നും ഞാൻ ലൂട്ട് ചെയ്യുന്നില്ല. കാരണം എനിക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണമായിരുന്നു. ഏകദേശം 1.5 മണിക്കൂറത്തെ വീഡിയോ റെക്കോർഡായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് എന്തായിരിക്കും ബൈ.